നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീട്ടിലെ പ്രസവത്തിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടതോടുകൂടി എല്ലാവരും എതിരായി. മലപ്പുറത്ത് 5ാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ കസ്റ്റഡിയിൽ. പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്ന് മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. പിന്നാലെ ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി സിറാജുദ്ദീനെ പ്രതിയാക്കി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. യുവതിയുടെ മരണം അതിദാരുണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മടവൂർ ഖാഫിൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ കൂടി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കിയെന്നാണ് ആക്ഷേപം. അക്യുപഞ്ചർ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു 3 പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ ഈ അസ്മയെ നിർബന്ധിച്ചത്. വേദന കടിച്ചമർത്തി 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മ 3ാമത്തേത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. രക്തം വാർന്നാണ് അസ്മ മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പ്രസവം കഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ എല്ലാം നോക്കി നിന്നതല്ലാതെ സിറാജുദ്ദീൻ ഒന്നും ചെയ്തില്ല. ആലപ്പുഴക്കാരനായ സിറാജുദ്ദീനെ വിവാഹം കഴിച്ചതിന് പിന്നെ ഒരിക്കൽ പോലും പുറം ലോകം കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു അസ്മ. എന്നും ഉൾവലിഞ്ഞ വീടിനുള്ളിൽ തന്നെയായിരിക്കും. അസ്മയെ പുറത്തിറങ്ങാൻ സിറാജുദ്ദീൻ അനുവദിച്ചിരുന്നില്ല. വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ അസ്മ സകല പീഡനങ്ങളും ഏറ്റുവാങ്ങി 35 വയസ്സിനുള്ളിൽ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മവും നൽകി. യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും പ്രചരിപ്പിച്ച സിറാജുദ്ദീൻ പ്രസവത്തിന് ആശുപത്രി വേണ്ട, വീട് തന്നെ മതി എന്ന ചിന്ത ഭാര്യയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ബന്ധുക്കളിൽ ചിലർ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. വേദന കടിച്ചമർത്തി 2 കുഞ്ഞുങ്ങൾക്ക് വീടിനുള്ളിൽ തന്നെ ജന്മം നൽകിയ അസ്മ 5ാമതും ഗർഭിണിയായത് ആരും അറിഞ്ഞില്ല. ആശാ വർക്കർമാരോട് പോലും കള്ളം പറഞ്ഞെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പായയിൽ പൊതിഞ്ഞ യുവതിയുടെ മൃതദേഹം ചോര കുഞ്ഞുമായി പെരുമ്പാവൂരിലെത്തിയ സിറാജുദ്ദീനെ നാട്ടുകാർ ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കൂട്ടത്തിലുള്ളവർ കയ്യേറ്റം ചെയ്തതോടുകൂടി പരിക്കുകളുമായിട്ടാണ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആശുപത്രിയിലെത്തിയ മലപ്പുറം പോലീസ് സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തത് മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സിറാജുദ്ദീനെ യൂട്യൂബ് ചാനലിനെതിരെയും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പല പ്രഭാഷണങ്ങൾക്കിടയിലും വീട്ടിലെ പ്രസവം നല്ലതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മത നേതാക്കളുടെ പ്രസംഗങ്ങൾ പുറത്തുവന്നു. പ്രസവത്തിന് പിന്നാലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടാണ് അസ്മ മരിച്ചത് എന്നായിരുന്നു ഭർത്താവ് സിറാജുദ്ദീൻ പറഞ്ഞിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രസവം നടന്ന് രാത്രി 9-നാണ് അസ്മ മരിക്കുന്നത്. അതുവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല. പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായി. ഗുരുതരാവസ്ഥയിലായ യുവതി 3 മണിക്കൂറോളം വീട്ടിൽ കിടന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സിറാജുദ്ദീൻ തയ്യാറായിരുന്നില്ല എന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ പെരുമ്പാവൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മലപ്പുറം പോലീസിന് കേസ് കൈമാറും. ശനിയാഴ്ചയാണ് അസ്മ മരിച്ചത്. മൃതദേഹം ആരും അറിയാതെ ഭർത്താവ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുഞ്ഞ് ജനിച്ച ഉടനെ സിറാജുദ്ദീൻ വാട്സാപ്പിൽ ഈ വിവരം സ്റ്റാറ്റസ് ഇട്ടതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ പിന്നീടുണ്ടായ അമിത രക്തസ്രാവം മൂലമാണ് യുവതി മരിക്കുന്നത്. ഇതോടെ ആരും അറിയാതെ രാത്രിക്ക് രാത്രി തന്നെ യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലാണ് എന്ന ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു യാത്ര. വീട്ടിലെത്തിയതോടുകൂടി ഭാര്യയുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. രാവിലെ പോലീസ് വിളിക്കുമ്പോഴാണ് മലപ്പുറത്തെ പ്രദേശവാസികൾ വിവരം അറിയുന്നത്. അതേസമയം മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറുകയും ചെയ്തു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അസ്മയുടെ ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലും 3 പ്രസവങ്ങൾ വീട്ടിലുമാണ് നടന്നത്. അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് പ്രസവത്തിനായി അസ്മയും ഭർത്താവും സിറാജുദ്ദീനും ഉപയോഗിച്ചത് എന്നാണ് വിവരം. ശനിയാഴ്ച 6 മണിയോടുകൂടിയാണ് അസ്മ പ്രസവിച്ചത്. എന്നാൽ 9 മണിവരെ രക്തസ്രവം അനുഭവപ്പെടുകയായിരുന്നു. മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ടു നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തെയാണ് വിശ്വാസം അർപ്പിച്ചിരുന്നത്. സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിലാണ് കുടുംബം താമസിച്ചിരുന്നത്. 1.5 വർഷം മുൻപാണ് ഈ കുടുംബം വാടക വീട്ടിൽ എത്തിയത്. കുടുംബത്തിൽ 4 കുട്ടികൾ ഉള്ളതുപോലും പ്രദേശവാസികൾക്ക് അറിവില്ലായിരുന്നു എന്നാണ് വിവരം. കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ വിടാനായി മാത്രം സിറാജുദ്ദീന്റെ ഭാര്യ പുറത്തിറങ്ങുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കുഞ്ഞുകൂടി അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിവില്ലായിരുന്നു. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് രക്തം വാർന്ന യുവതി മരിച്ചത് മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് തുല്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ വർത്തമാനകാലത്ത് ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു എന്ന അനഭിലഷണീയമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അമ്മയുടെ മരണം തികച്ചും നിർഭാഗ്യകരമാണ്. 2-3 ആഴ്ച മുൻപ് ആശാപ്രവർത്തകർ
വീട്ടിൽ പോയപ്പോൾ പുറത്തു വന്നില്ല എന്ന് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ആരോഗ്യ പ്രവർത്തകർ കണ്ടപ്പോഴും കാര്യം പറഞ്ഞില്ല. പ്രാഥമിക അന്വേഷണത്തിൽ 3 മണിക്കൂറോളം രക്തം വാർന്ന് അവർ കിടന്നിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ശക്തമായി തന്നെ ഇതിനെ എതിർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.